السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. قضى مروان എന്ന അധ്യായത്തിൽ وقال شبيب بن عوان الطائي എന്ന ഷായർ പറയാം. അദ്ദേഹം മർവാൻ ബിൻ ഹക്കം ഭരണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിധിയിൽ തൃപ്തികരമല്ലാത്തതുകൊണ്ട് അതിനെതിരിൽ അദ്ദേഹം ശബ്ദിക്കുകയാണ്. മർവാൻ ബിൻ ഹക്കം എന്ന ഭരണാധികാരി തന്നെ ജയിലിലടച്ചു. അങ്ങനെ ജയിലിലടച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രതികരിക്കുക. ഇവിടെ അദ്ദേഹം ജയിലിൽ അടക്കപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അമ്മന്റെ മകനുമായി ഇദ്ദേഹം നടന്ന വാഗ്വാദങ്ങളും ചെറിയ രീതിയിലുള്ള സംഘടനവും അവര് കേസ് കൊടുത്തതാണ്. അപ്പോ അദ്ദേഹം പറയാണ്, രണ്ടാളുടെ ഇടയിൽ നന്നാക്കുന്നതിന് പകരം, പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം എന്നെ ജയിലിലടച്ചു. എനിക്ക് ശബ്ദിക്കാൻ പോലും അവസരം തരാത്ത രീതിയിൽ എന്നെ ജയിലിലടച്ചു. നേരെ മറിച്ച് എനിക്കതിന് മാർഗമുണ്ടെങ്കിൽ അതിനെതിരിൽ ഞാൻ എന്റെ അടുത്തതായ ഭാഷയിൽ എതിർക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം പറയാണ്, ഖലാ ബൈനനാ മർവാനു അംസി, ഞങ്ങൾക്കിടയിൽ, എന്റെയും എന്റെ എളാപ്പയുടെ മകന്റെയും ഇടയിൽ വിധി നടത്തി, വിധി പ്രഖ്യാപനം നടത്തി. ആര്? മർവാൻ ബിൻ ഹക്കം എന്ന ഉമവിയ ഭരണാധികാരി. അംസി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ തൊട്ടു മുമ്പുള്ള അംസ്, ഇന്നലെ എന്നല്ല, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അംസ് കൊണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം മർവാൻ ബിൻ ഹക്കം എന്ന ഭരണാധികാരി വിധി നടത്തി, അളിയത്തൻ ഒരു വിധി നടത്തി. അത് ഫമാസാദന മർവാൻ ഇല്ലാ തനാഇയ, മർവാൻ അവിടെ ഞങ്ങൾക്ക് ജാസ്തിയാക്കിയിട്ടില്ല, തനാഇയ തബാഉദ് അല്ലാതെ. ആ വിധി നടക്കൽ കൊണ്ട് ഒരു അകൽച്ചയാണ് അദ്ദേഹം സമ്മാനിച്ചത്. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടുപേരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ തീർത്ത് ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിന് പകരം ഞങ്ങൾക്ക് ദേഷ്യം വരുത്തുന്ന, തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് മനസ്സിൽ തന്റെ എളാപ്പയുടെ മകനോടുള്ള ആ ബൊഗ്ള്, ആ ദേഷ്യവും അമർഷവും എന്റെ മനസ്സിൽ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഒരു സലാഹും ഉണ്ടാവുന്നില്ല എന്ന് ഷബീബ് എന്ന ആള് മർവാൻ ബിൻ ഹക്കം എന്ന ഭരണാധികാരിയെ ആക്ഷേപിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലൗ കുന്തു ഫിൽ അർദിൽ ഫളാഇ ലഇഫ്തുഹാ വലാകിൻ അതത് അബ്വാബുഹു മിൻ വറാഇയ. ഫലൗ കുന്തു ഫിൽ അർദിൽ ഫളാഇ, ഞാന് ഒന്നുമില്ലാത്ത ശൂന്യമായ ഭൂമിയിൽ ആണെങ്കിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാന് മലഞ്ചെരിവില്, പട്ടണത്തിന് നേരെ മാറ്റം, മലഞ്ചെരിവില് അല്ലെങ്കിൽ ഉള്ളോട്ടുള്ള ഒരു പ്രദേശത്താണെങ്കിൽ ലഇഫ്തുഹാ, ഞാന് അതിനെ വെറുക്കുമായിരുന്നു. ആ ഭരണത്തെ അല്ലെങ്കിൽ ആ വിധി നടത്തിപ്പിനെ, വിധി നിർണയിച്ചതിനെ ഞാൻ തടുക്കുമായിരുന്നു. അങ്ങനെ എന്റെ വെറുപ്പ് ഞാനത് വെളിവാക്കുമായിരുന്നു. വലാകിൻ അതത് അബ്വാബുഹു മിൻ വറാഇയ, പക്ഷെ എനിക്കങ്ങനെ ശബ്ദിക്കാൻ അവകാശവും അവസരവും ഇല്ല. എന്തുകൊണ്ട്? വലാകിൻ അതത് അബ്വാബുഹു മിൻ വറാഇയ, ജയിലിന്റെ തടവറയുടെ വാതിലുകൾ എന്റെ മുമ്പിൽ അകപ്പെട്ടു. വറാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഖുദ്ദാം എന്നാണ്. അതേപോലെ തന്നെ പട്ടണത്തിൽ അദ്ദേഹത്തിന്റെ മർവാൻ ബിൻ ഹക്കം താമസിക്കുന്ന അവിടെ തൊട്ടടുത്തുള്ള തടവറയിലാണ് അദ്ദേഹത്തെ ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്.
അതുകൊണ്ട് അദ്ദേഹത്തിന് ശബ്ദിക്കാൻ തന്റെ ഗ്രാമത്തിലല്ല മറ്റേതോ സ്ഥലത്താണ്, അതുകൊണ്ട് ശബ്ദിക്കാൻ അവസരമില്ലാതെയായി പോയി. മർവാൻ ബിൻ ഹക്കം എന്നെ ജയിലിൽ അടച്ചു. ഇതാണ് അബ്വാബുഹു മിൻ വറാഇയ എന്ന് പറയുന്നത്. അൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത് വകാന വറാഅഹും മലിക്കുൻ. സൂറത്തുൽ കഹ്ഫില് പറഞ്ഞില്ലേ, അമ്മസ് സഫീനത്തു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹരി ഫഅറദ്തു അൻ അഈബഹാ വകാന വറാഅഹും മലിക്കുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. അവിടെ വക്കാന വറാഅഹും എന്നുള്ളതിന് അർത്ഥം കൊടുത്ത എന്താ? വക്കാന അമാമഹും വഖുദ്ദാമഹും മലിക്കുന്ന, അവർക്ക് മുമ്പിൽ ഒരു രാജാവുണ്ട് എന്നാണ്, പിന്നിലുണ്ട് എന്നല്ല. എന്ന പോലെ ഇവിടെ തടവറയിൽ അകപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പിന്നെ അഴി കൊണ്ട് ബദ്ധിസ്ഥനാക്കുക, വാതിലടക്കപ്പെടുക എന്നൊക്കെ. അപ്പം ഖുദ്ദാമാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം നഷ്ടപ്പെട്ടു. എന്റെ ഗ്രാമത്തിലാണെങ്കിൽ അതിനെതിരെ ഞാൻ ശബ്ദിക്കുമായിരുന്നു, ഭരണാധികാരികൾക്കെതിരെ തിരിയുമായിരുന്നു എന്നൊക്കെയാണ് ഷബീബ് അവകാശവാദം ഉന്നയിച്ച് പറയുന്നത്. അടുത്തത് ലൈതഹും നദറു ദമി എന്ന അധ്യായത്തിൽ വഖാല ജമീൽ ബിൻ അബ്ദുല്ലാഹി ബിൻ മഅ്മർ അൽ അസരി, നേരത്തെ നമ്മൾ പരിചയപ്പെട്ട സാഹിബു ബുസൈന തന്റെ എളാപ്പയുടെ മകളെ സ്നേഹിച്ച സാഹിബു ബുസൈന അല്ലെങ്കിൽ ജമീലു ബുസൈന എന്നൊക്കെ അറിയപ്പെട്ട, സ്വന്തം എളാപ്പയുടെ മകളെ സ്നേഹിക്കുകയും അങ്ങനെ കുടുംബക്കാര് അതിനെ വിസമ്മതിക്കുകയും മറ്റാർക്കോ വിവാഹം ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്ത സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെയാണ് ജമീൽ ബിൻ അബ്ദുല്ല. ഇവിടെ അദ്ദേഹം പറയാണ്, ഫലൈത റിജാലൻ ഫീകി ഖദ് നദറു ദമി വഹുമ്മു ബിഖത്ലി യാ ബുസൈന ലഖൂനി ഇദാ മാ റഅൂനി താലിഅൻ മിൻ തനിയത്തിൻ യഖൂലൂന മൻ ഹാദാ വഖദ് അറഫൂനി يقولون من هذا وقد عارفوني يقولون لي أهلا وسهلا ومرحبا ولو ظافروا بي ساعة قاتلوني وكيف ولا توفي دماؤهم دمي ولا مالهم ذو كسرة فيدوني لحى الله من لا ينفع البد عنده ومن حبله إن مد غير متيني ومن هو إن تحدث له العين نظرة يقلب لها أسباب كل قرين ومن هو ذو لونين ليس بدائم ومن هو ذو وجهين ليس بدائم على خلق خوان كل أمين. شاعر ജമീൽ ബിൻ അബ്ദുല്ല സാഹിബ് ബുസൈന എന്ന ഷാഇർ പറയാണ്, ബുസൈന എന്ന സ്ത്രീ കാരണം അവരുടെ ഉപ്പ അടങ്ങുന്ന കുടുംബക്കാർ ഇദ്ദേഹത്തെ കൊല്ലണം എന്ന് നേർച്ചയാക്കി എന്നാണ്, ശപഥം ചെയ്തു. ആ ആളുകളെ ഞാനൊന്ന് നേരിൽ കാണുമായിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം പ്രത്യാശിക്കുക, ആഗ്രഹിക്കുക. അവരിപ്പോൾ സാഹിബ് ബുസൈന ജമീൽ ബിൻ അബ്ദുല്ല എന്ന ഷായിറിനെ കൊലപ്പെടുത്തണം എന്ന് പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ അവര് നടത്തുന്ന ഒരു പ്രഖ്യാപനം മാത്രം, ഒരിക്കലും അത് ചെയ്യാൻ അവർക്ക് കഴിയില്ല, അവരെ നേർച്ച വീട്ടാൻ അവർക്ക് കഴിയില്ല. എന്നു മാത്രല്ല, എന്നെ അവർ നേരിട്ട് കാണുകയാണെങ്കിൽ അവര് എന്നെ അറിയാത്ത പോലെ ആരാണിത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു അറിയാത്ത ഭാവം നടിച്ച് തരം കിട്ടിയാൽ, എന്ന് മാത്രല്ല എനിക്ക് മർഹബ അഹ്ലൻ വസഹല എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം ചെയ്ത് എന്നെ വിളിച്ചു വരുത്തി വിഷയങ്ങളൊന്നും അറിയാത്ത പോലെ നടിച്ച് തരം കിട്ടിയാൽ എന്നെ കൊലപ്പെടുത്തണം എന്ന മോഹവുമായിട്ടാണ് അവർ നടക്കുന്നത് എന്ന് ജമീൽ ബിൻ അബ്ദുല്ല പറയാണ് ഏതാനും ബൈത്തിലൂടെ. അദ്ദേഹം പറയാണ്, ഫലൈത റിജാലൻ ഫീകി. ഫീക്കി എന്ന് പറയുന്നത് ഹുസൈനെ സംബന്ധിച്ച ആളുകൾ ആയിരുന്നെങ്കിൽ, ഫീക്കി നീ കാരണം, ഖദ് നദറു ദമി അവർ എന്റെ രക്തത്തെ
എന്റെ ഖിസാസിനെ എന്നെ കൊലപ്പെടുത്താൻ വേണ്ടി, ഖിസാസല്ല ഇവിടെ പകരം കൊന്നിട്ടൊന്നുമില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ കൊല്ലലിന്, എന്നെ വകവരുത്താൻ അവർ നേർച്ചയാക്കിയിട്ടുണ്ട്. ആ ആളുകൾ ആയിരുന്നെങ്കിൽ, അങ്ങനെ വഹമ്മൂബിക്കത്തില് അതൊന്നുകൂടി വ്യക്തമാക്കുക, അവർ ആഗ്രഹിക്കുന്നു, എന്നെ കൊല്ലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ആളുകൾ ആരോടാ പറയുന്നത്? യാ ഹുസൈന, ഹുസൈന എന്ന താൻ സ്നേഹിക്കുന്ന, താൻ പ്രിയം വെക്കുന്ന, തന്റെ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറയാം. അതാണ് ഫീക്കി എന്ന് പറഞ്ഞത്. എന്താ ലൈസന്റെ ഖബർ? ലഖൂനി, അവർ എന്നെ ഒന്ന് കണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എനിക്ക് അവരെ കാണാൻ പറ്റിയെങ്കിൽ, അവർ എന്റെ മുമ്പിൽ വരികയാണെങ്കിൽ എന്ന്. എന്താണ് അവർ എന്നെ ചെയ്യുക എന്ന് എനിക്കൊന്ന് നേരിൽ കാണണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂല. അവരിങ്ങനെ ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിക്കുകയാണ്, അപ്പുറത്തെവിടെയോ നിന്ന് പ്രഖ്യാപനം നടത്തുകയാണ്, എന്നെ നേരിൽ കാണുമ്പോൾ അവരെ മുട്ട് പറിച്ചു. അതുകൊണ്ട് ആളുകളെ എനിക്കൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് നോക്കിക്കാണാമായിരുന്നു എന്ന ഒരു നിസാരപ്പെടുത്തി പറയാണ്. അവരെ നേർച്ചയും അവരെ ശബ്ദവും ഒക്കെ അദ്ദേഹം എതിർത്ത് അതിന് ഒരു വിലയും കൽപ്പിക്കാതെ അദ്ദേഹം പറയാം. എന്റെ തെളിവ് അദ്ദേഹം പറയുന്നു, ഇദാമാ റഔനി താലിഅൻ മിൻ സനിയത്തിൻ യഖൂലൂൻ, അവരെന്നെ കാണുകയാണെങ്കിൽ താലിഅൻ വെളിപ്പെട്ടതായിട്ട്, മിൻ സനിയത്തിൻ സനിയത്തിൽ നിന്ന്, അപ്പൊ ഞാന് സനീയത്തിൽ നിന്ന് വെളിപ്പെട്ടതായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ യഖൂലൂന, അവർ പറയും, മൻ ഹാദ, ആരാണ് ഇദ്ദേഹം? വഖദ് അറഫൂനി, യഥാർത്ഥത്തിൽ അവരെന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തജാഹുലുൽ ആരിഫ്, അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചിട്ട് അവര് ചോദിക്കും, മൻ ഹാദ, ആരാണ് ഇദ്ദേഹം എന്ന് ചോദിക്കും. മാത്രമല്ല അതിന്റെ പ്രകട സ്വഭാവം, യഖൂലൂന ലീ അഹ്ലൻ വസഹ്ലൻ വമർഹബ, അവര് പറയും എന്നോട്, അഹ്ലൻ വസഹ്ലൻ വമർഹബ, സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം, വരൂ എന്ന് പറഞ്ഞ് അവര് ഊഷ്മള സ്വീകരണമൊക്കെ നൽകും. എന്നിട്ടോ വലൗ ലഫറു ബി സഅതൻ ഖതലൂനി, അവർക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു സമയം, ഒരു നിശ്ചിത സമയം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഖതലൂനി, അവരെന്നെ കൊന്നുകളയും. അഥവാ ഒരു ഖിയാനത്തിന്റെ സ്വരം അവിടെയുണ്ട്. അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ച്, അറിയാത്ത പോലെ കണക്കാക്കി അറിയുന്ന ഭാവം അവർ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി സ്വാഗതം ചെയ്ത് അവസരം കാത്ത് പതുങ്ങി നിന്ന് അവസരം കിട്ടുകയാണെങ്കിൽ ഖതലൂനി, അവർ കൊന്നുകളയുന്നു. എന്നിട്ട് അദ്ദേഹം അതിനൊക്കെ എതിർത്ത് പറയാണ്, അവര് മുഴുവൻ ആളുകളും അവര് എന്ത് ചെയ്തു? ജീവിതം തന്നെ ഒഴിവാക്കാൻ, മരിക്കാൻ തയ്യാറായിട്ട് എന്നെ ഒരൊറ്റ ഒരുത്തനെ തേടി അവർ വരികയാണെങ്കിൽ അവർക്കൊന്നും അതിന് ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല. ശാരീരികമായി എന്നെ നേരിടാനോ അതോടൊപ്പം മുതലുകൊണ്ട് നേരിടാനോ ഒന്നും അവർക്ക് ഒരു കഴിവില്ലാത്ത പച്ചപ്പാവങ്ങളാണ് അവര്. വെറുതെ അവര് നേർച്ച ചെയ്യുകയാണ് എന്നെ കൊല്ലണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കൈഫ, എങ്ങനെയാണ്? വലാ തൂഫി ദിമാഉഹും ദമീ, അവരുടെ മുഴുവൻ ആളുകളുടെ, ആ കബീലക്കാരെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുകയാണ്, അവരുടെ മുഴുവൻ ദിമാഉം പൂർത്തിയാക്കാൻ കഴിയൂല എന്റെ ദമിനോട്. എന്നുവെച്ചാൽ അവരെ മുഴുവനും മറ്റാർക്കെങ്കിലും സമർപ്പിച്ചിട്ട്, അതല്ലെങ്കിൽ എന്റെ ദമിന് വേണ്ടി, എന്നെ കൊല്ലാൻ വേണ്ടി അവര് മുഴുവനും മരിക്കാൻ തയ്യാറായാൽ പോലും എന്ത് ചെയ്യൂല? എന്നെ കൊല്ലാൻ അവർക്ക് കഴിയില്ല. ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത്തരം വിഷയങ്ങൾക്ക് അവര് പ്രതികാരം നേരത്തെ ചോദിച്ചിരുന്നത് ജാഹിലിയ കാലത്ത് ഒരാളെ കൊന്നാൽ പകരം ആ കബീലയിൽ നിന്ന് 10 ആളുകളെ കൊല്ലുക. അതേപോലെ തന്നെ 1000 ഒട്ടകങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? പിന്നെ പകരം ചോദിക്കും ഇത്തരം വിഷയങ്ങൾക്കൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ദിമാഉഹും, നിങ്ങളെ കബീല മുഴുവനും, അങ്ങനെ 10 ആളെന്നൊന്നുമല്ല പറഞ്ഞു, മുഴുവനും കൂടി വിചാരിച്ചാലും നടക്കൂല എന്നർത്ഥത്തിലാണ്. വലാ മാലുഹും ദൂ കത്റത്തിൻ ഫയദൂനി, അങ്ങനെ അവരെ മുഴുവൻ മുതലുകളും, അധികരിച്ച മുഴുവൻ മുതലുകളും കൊടുത്തിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയാൽ അതൊന്നും നടക്കൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല അവസാനത്തെ വരിയില് ഫയദൂനി,
വലാ മാലുഹും ദൂ കസറത്തിൻ ഫയദൂനി എന്നതിലെന്തുണ്ട്? ഇനി അവര് മുഴുവൻ ആള് കൂടിയാലും എന്നെ കൊല്ലാൻ സാധിക്കൂല എന്ന് മാത്രല്ല, ഞാൻ അവരെ വകവരുത്തും. അപ്പോ ആ വകവരുത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സമ്പത്ത് തന്നിട്ട് ആ കൊലപാതകത്തിൽ നിന്ന് ഞാൻ അവരെ വകവരുത്തുക എന്ന അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും മുതല് അവരെ കയ്യിലില്ല. അവർ എന്നെ കൊല്ലൂല, എന്നെ വകവരുത്താനും തോൽപ്പിക്കാനും സാധ്യമല്ല എന്ന് പകൽ വെളിച്ചം പോലെ ബോധ്യമായി. തിരിച്ചങ്ങോട്ട് ഞാൻ അവരെ വകവരുത്തും എന്ന് ഉറപ്പുവാണ്. അതിനെതിരിൽ അവര് മുതല് ചെലവഴിച്ചിട്ട് രക്ഷപ്പെടാൻ, ദീയത്ത് നൽകിയിട്ട് രക്ഷപ്പെടാൻ നോക്കാൻ പോലും അർഹതയില്ലാത്ത പാവങ്ങളാണ് അവര്. അതുകൊണ്ട് അവര് നേർച്ച ചെയ്തിരിക്കുന്നത് പാളിയിരിക്കുന്നു, ശബദം ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു, നേർച്ചയൊക്കെ വാത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വീമ്പ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് ജമീൽ ഇബ്നു അബ്ദുള്ള. അതെന്റെ എളാപ്പന്റെ മോളെ സ്നേഹിച്ച് ആ സ്നേഹം മനസ്സിലിങ്ങട്ട് എന്താ പറയാ കൊണ്ടു നടന്ന് എന്ത് തന്നെ ആയാലും ശരി അവള് വേണം എന്ന ഒരു വാശി, അതാണ് ഇത്തരം വാചകങ്ങളൊക്കെ ഇദ്ദേഹത്തെ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ശേഷം ഉള്ള ഭാഗങ്ങളിൽ എവിടെയോ അത് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം കല്യാണം കഴിക്കാൻ കിട്ടിയില്ലാന്നും വേറെ ആർക്കോ കുടുംബക്കാര് കല്യാണം കഴിച്ചു കൊടുത്തു, അങ്ങനെ ഇദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ നടന്നു എന്നൊക്കെ നമ്മുടെ ദിവാനുൽ മാസിയിലോ മറ്റെവിടെയൊക്കെയോ പരാമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ബൈത്തുകളിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഹുസൈനയുടെ കുടുംബക്കാര് ഒന്നിനും കൊള്ളാത്തവരാണ്, അവരുടെ സ്നേഹം ഒരു ഉപകാരം ചെയ്യൂല. കാരണം എന്തുകൊണ്ട്? ഇവര് കുടുംബക്കാരാണ്. ഹുസൈനയെ സ്നേഹിക്കുക എന്നതിലപ്പുറം ഇവര് കുടുംബബന്ധമുള്ളവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഉണ്ടാവേണ്ടവരാണ്. പക്ഷെ ആ സ്നേഹബന്ധം ഇവിടെ ഒരു ഉപകാരവും കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരെ അല്ലാഹു തആല മോശമാക്കട്ടെ, അല്ലാഹു തആല അവരെ ചീത്തയാക്കട്ടെ, മോശമാക്കട്ടെ എന്നൊക്കെ ശാപവാക്കുകൾ പറയാം. 2-3 ഉദാഹരണങ്ങളിലൂടെ 2-3 വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ലഹല്ലാഹു മൻ ലാ യൻഫഉൽ ബുദ്ദു ഇൻദഹു വമൻ ഹാബ്ലുഹു ഇൻ മുദ്ദ ഗൈറു മത്തീനി. അല്ലാഹു തആല ശപിക്കട്ടെ, അവരെ മോശമാക്കട്ടെ. ആരെ? മൻ ലാ യൻഫഉൽ ബുദ്ദു ഇൻദഹു, സ്നേഹം അവരുടെ അടുക്കൽ ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. പേരിന് മാത്രം സ്നേഹം ഉണ്ട് എന്നല്ലാതെ അത് ബാഹ്യമായി സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ, ഉപകരിക്കാത്തവരെ അല്ലാഹു തആല ശപിക്കട്ടെ. അതേപോലെ വമൻ ഹബ്ലുഹു ഇൻ മുദ്ദ ഗൈറു മത്തീനി, ഒരിക്കലും അവരുടെ കയറ് അവര് നീട്ടുകയാണെങ്കിൽ അത് ശക്തമാവുന്നില്ല. കയറ് ശക്തമാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് കുടുംബക്കാര് മറ്റുള്ള ആളുകളെ, ഏഷണിക്കാരെയും അതേപോലെ തന്നെ ആക്ഷേപകരെയൊക്കെ വിളിച്ച് വരുത്തി ഇദ്ദേഹത്തിന് എതിരിൽ തിരിയാണ് ചെയ്യുന്നത്. അപ്പം അവര് ശക്തിയില്ലാത്തൊരവസ്ഥയാണ്. സ്വന്തം നിലനിൽപ്പില്ലാതെ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് തനിക്കെതിരിൽ ശബ്ദിക്കുകയും മോശമായ വാക്കുകളൊക്കെ പ്രയോഗിക്കുകയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർക്കെന്തില്ല? ശക്തിയില്ല. കയറ് ശക്തിയില്ല എന്ന് വെച്ചാല് അവർക്ക് സ്വാധീനം ഇല്ല. അങ്ങനെ അവർക്ക് ഒരു സ്വയം നിലനിൽപ്പും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതെന്താ? നമ്മൾ കുടുംബക്കാരാണ്, അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങള് മറ്റുള്ള ആളുകളെ അറിയിക്കാതെ അവര് ഒരു ഒത്തുതീർപ്പാവാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെയാണ് വേണ്ടത്. അതൊക്കെ ചെയ്യുന്നതിന് പകരം അവർ മോശമായി എന്ത് ചെയ്യാണ്? ഇവിടെ എനിക്ക് എതിരിൽ തിരിയാണ് എന്ന ഒരു നല്ലൊരു സമീപനം. നേരത്തെ കുറച്ച് വെല്ലുവിളിയൊക്കെ നടത്തിയെങ്കിലും ഇപ്പം അവരുടെ ആ ദുഷ്പ്രവർത്തനം അദ്ദേഹം ആക്ഷേപിക്കുക. അതാ പറഞ്ഞത്, ഹബില് അവർ നീട്ടുമ്പം അത് കവിയല്ലാതിരിക്കുക, ശക്തമാവാതിരിക്കുക. അങ്ങനത്തെ ആളുകളെയും അല്ലാഹു തആല ശിക്ഷിക്കട്ടെ. ഇനി പറയാം, വമൻ ഹുവ ഇൻ തുഹ്ദിത് ലഹുൽ ഐനു നദറതൻ യഖല്ലിബ് ലഹാ അസ്ബാബ കുല്ലി ഖരീനി. ഒരുത്തരെയും ഒക്കെ ലഹല്ലാഹു ന്റെ മഫ്ഊലും കത്തഫ വമൻ ഹുവ, ഒരുത്തരെയും അല്ലാഹു തആല ശിക്ഷിക്കട്ടെ. അവരെന്താ? ഇൻ തുഹ്ദിത് ലഹുൽ ഐനു നദറതൻ, കണ്ണ് ഒരു നോട്ടം, പിന്തിരിപ്പൻ നോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാണ്? പാത്തും പതുങ്ങിയും എന്നെ ആക്രമിക്കാൻ വേണ്ടി നോട്ടം ഇട്ട് നടക്കുകയാണ്. അതാണ് ആ
ഇദ്ബാറിന്റെ ആ പിന്തിരിപ്പൻ നോട്ടം അവർക്കുണ്ടാക്കുന്നു. എന്നിട്ടോ യുഖല്ലിബു ലഹ അസ്ബാബ കുല്ലി ഖരീനി, എല്ലാ ബന്ധങ്ങളെയും, ഖരീനി എന്ന സാഹിബ്, എല്ലാ സാഹിബിന്റെ ബന്ധങ്ങളെയും മുറിച്ചു കളയുന്നു. എന്നുവെച്ചാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒത്തിണങ്ങി നിലക്ക് ഒരു കൂട്ടമായിട്ട് കഴിയേണ്ട മുഴുവൻ കാരണങ്ങളെയും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുറിച്ചു കളയുന്നു. അങ്ങനത്തെ നോട്ടം, ആ നോട്ടം ഉണ്ടാക്കുന്നവരെയും അല്ലാഹു തആല ശപിക്കട്ടെ. വമൻ ഹുവ ദൂ ലൗലൈനി എന്നുണ്ട്, വജ്ഹൈനി എന്നുണ്ട്. വമൻ ഹുവ ദൂ ലൗലൈനി അല്ലെങ്കിൽ ദൂ വജ്ഹൈനി, രണ്ട് മുഖം ഉള്ളവരെയും അല്ലാഹു തആല ശപിക്കട്ടെ. ലൈസ ബിദാഇമിൻ അലാ ഖുലുഖിൻ, നിത്യം ഒരൊറ്റ സ്വഭാവമല്ല, രണ്ട് സ്വഭാവം, നിറം മാറുന്ന സ്വഭാവമാണ്. ലൗനൈൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്വഭാവം, നിറം മാറുന്ന സ്വഭാവം. രണ്ട് വജ്ഹ്, രണ്ട് മുഖം എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥം തന്നെ. അപ്പൊ രണ്ട് സ്വഭാവം ഉള്ളവരെ അവരെന്ത് ചെയ്യാണ്, ഖവ്വാനു കുല്ലി അമീനിൻ, എല്ലാ വിശ്വസ്തരെയും ഖിയാനത്ത് ചെയ്യാൻ. അപ്പോ ഒരു നിലക്ക് വരുമ്പോ ഒരു വിഷയങ്ങള് ഒരാളെടുത്ത് പോയിട്ട് പറയും, എന്നിട്ടോ മറ്റാളെടുത്ത് പോയിട്ട് അതിന്റെ വിപരീതവും പറയും. അതാണല്ലോ ഇപ്പൊ ദൂവജ്ഹൈനി എന്ന് പറയുന്നത്. ദൂ ലൗലൈനി എന്ന് പറയുന്നതും അത് തന്നെ. എന്ത്, രണ്ട് വിഷയങ്ങൾ പറയാം, ഒന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് പോയി പറയും. അഥവാ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓന്തിനെ പോലെ കളറ് മാറുക എന്നർത്ഥം. ഇവിടെ വന്നിട്ട് ഒന്ന് പറയാം, അവിടെ പോയിട്ട് നേരെ മറ്റൊന്നും പറയും. ഒരുത്തരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറയാം, മറ്റൊരുത്തരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ വിപരീതം വെള്ളം ചമച്ച് പറയുക. അങ്ങനത്തെ ആളുകളെയും അല്ലാഹു തആല ശപിക്കട്ടെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഹുസൈന എന്ന സ്ത്രീയെ, അവരുടെ വെളാപ്പാന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി കിട്ടാത്തതിന്റെ അമർഷം അദ്ദേഹം രേഖപ്പെടുത്തുക. അപ്പൊ അതിനെതിരിൽ കുടുംബക്കാര് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങിക്കിട്ടാൻ വേണ്ടി അവര് എന്തെല്ലാമൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച്, ജമീൽ ഇബ്നു അബ്ദുള്ള എന്ന ഷായറിനെ കുറിച്ച് പറയാൻ പറ്റുമോ അതൊക്കെ അവര് പറഞ്ഞു വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മറ്റുള്ള ആളുകളെ കൂട്ടുപിടിച്ച് ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ പാത്തും പതുങ്ങി നിൽക്കുക, അതേപോലെ ഒരു പിന്തിരപ്പിൽ നോട്ടം, പാത്തും പതുങ്ങിയും നിന്ന് എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്ന രൂപത്തിലുള്ള ഒരു സമീപനം നടത്തുക. രണ്ട് മുഖം, ഇരട്ട മുഖം ഉണ്ടായി എന്ന് വെച്ചാൽ അപ്പുറവും ഇപ്പുറവും പോയി പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത്തരം പരാമർശങ്ങളെയൊക്കെ, ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.